ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ എവിഷൻ പ്രക്രിയ തന്നെയാണ്. എവിഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ലാലേട്ടൻ കുറച്ചുപേരെ ഇരുത്തിയിരുന്നു. അവരാണ്, അതായത് സിജോയ്, ജിൻഡോ, അഭിഷേക് ശ്രീകുമാർ, അതോടൊപ്പം തന്നെ നോറ, അർജുൻ, ഇത്രയും പേരെയായിരുന്നു ഇന്നലെ ലാലേട്ടൻ ഇരുത്തിയത്. അതിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത്. എന്നാൽ ഈ എല്ലാവർക്കും ഒരു സ്ക്രാച്ച് കാർഡ് കൊടുക്കുന്നുണ്ട്. ആ സ്ക്രാച്ച് കാർഡ് ഇങ്ങനെ ചുരണ്ടിയതിന് ശേഷം അതിനകത്ത് എന്താ സേവ് ആണോ, സേവ് എങ്കിൽ സേവ്, അല്ലെങ്കിൽ എവിഷനെങ്കിൽ എവിഷൻ, അങ്ങനെ കാണിച്ചുള്ള ഒരു സ്ക്രാച്ച് കാർഡാണ് കൊടുക്കുന്നത്. അതനുസരിച്ച് എല്ലാവരും അത് തുറന്നു നോക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം അതിൽ ആരുടെ പേരാണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആരുടെ പേരാണോ സേവാന്നല്ലാത്തത്, അവർ ഉള്ളിലേക്ക് ലാലേട്ടന്റെ അടുത്തേക്ക് വാ എന്ന രീതിയിലാണ് പ്രൊമോ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ എവിഷനിൽ ആരും പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്നലെ ഒരാൾ പുറത്തു പോയത് കൊണ്ട് തന്നെ ഇനി ഒരു എവിഷൻ കാണത്തില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പുറത്തു വരുന്ന വിവരങ്ങളും അങ്ങനെയാണ്. പലരും പറയുന്നുണ്ട് നോറ പുറത്തുപോയി, പലരും പറയുന്നു അഭിഷേക് പുറത്തുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരാളും പുറത്തു പോയില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് രതീഷിനെ പുറത്തേക്ക് വിളിക്കാം എന്നുള്ളതാണ് ഒരു സംഭവം അവിടെ നടക്കാൻ പോകുന്നത്. രതീഷിനെ ആയിരിക്കും ലാലേട്ടൻ അടുത്തേക്ക് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ രതീഷിനെ എന്തിനാണ് ഒരു നോക്കുകുത്തിയെ പോലെ അവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പലരും ചിന്തിക്കുന്നുണ്ട്, ഒരു ഗെയിം പോലും കളിപ്പിക്കാതെ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത പോലെ വായിക്കാതെ ഒരു പ്ലാസ്റ്റർ വെച്ചിരിക്കുന്നതിന്റെ ഒരു അവസ്ഥയിലാണ് അവിടെ രതീഷ് നിന്നിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് വേണമെങ്കിൽ വേറൊന്നും ഇവിടെ സംഭവിക്കാം. ഇവിടെ ഒരു മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായിട്ട് രതീഷിനെ ലാലേട്ടന്റെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷം ലാലേട്ടൻ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഗെയിമറായിട്ട് തുടരാം, നിങ്ങളെ ഞങ്ങൾ സീക്രട്ട് റൂമിലേക്ക് ഇടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ട്വിസ്റ്റായിട്ട് വേണേ അവിടെ സംഭവിക്കാം. അതൊക്കെ എന്താണ് ഇനി അവരുടെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തുമായാലും ഇന്നൊരു എവിഷൻ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും